വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷനൊക്കെ കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഇത് വിഷുവിൻ്റെ ഡ്രസ്സാണ്. ഇനി എൻ്റെ ഗെറ്റ് റെഡി നീ കാണാൻ കഴിച്ചു. എൻ്റെ ഗെറ്റ് റെഡി എന്ന് വെച്ചാൽ തോന്നുന്ന സാധനങ്ങളും ഒന്നുമില്ല. ആകെ ഒരു ലിപ്സ്റ്റിക്കും ഇടുന്നില്ല. ഞാൻ ആകെ ഇടുന്ന ഐലൈനറാണ് മെയിനായിട്ട് ഇടുന്നത്. പിന്നെ ലിപ് ബാമും ഇടുന്നുണ്ട്. പിന്നെ എനിക്ക് ചില സമയത്ത് നല്ല രീതിയിൽ മേക്കപ്പും നല്ല രീതിയിലൊക്കെ ചെയ്തിട്ട് പോകാൻ തോന്നും. ബട്ട് ആ തോന്നൽ എപ്പോഴെങ്കിലുമൊക്കെ വരില്ല. ചില ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് തോന്നും അതൊക്കെ ഇടണം. പിന്നെ എനിക്ക് ആക്സസറീസ് കൂടുതൽ ഇടാൻ ഇഷ്ടമാട്ടോ. അത് എത്ര ഇതാണെങ്കിലും ഞാൻ ആക്സസറീസൊക്കെ കൂടുതലിടും. അപ്പോൾ ഇന്ന് ഐലൈനറും ഒരു ലിപ് ബാം മാത്രം ഇടുന്നത്. പക്ഷേ ഞാൻ അതിൽ വെറുതെ ലിപ് ലൈനറൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ഞാൻ അതിൽ വലിയ രീതിയിൽ ലിപ് ലൈനറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. ഞാൻ അതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ എൻ്റെ ചുണ്ടാകെ നല്ല ഡാർക്കായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ലിപ് ബാമാണ് ഇടുന്നത്. വാസ്ലിൻ്റെ ഒരു ലിപ് ബാമാണ്. ഇത് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റ് എന്നാണ് പറയുന്നത്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ്. പിന്നെ എൻ്റെ ഫൈൻ ലുക്ക് ഇതാണ്. ഞാൻ സിമ്പിളായിട്ട് മുടിയിൽ എണ്ണ ഇടുകൊണ്ടാണ് മുടി ഇങ്ങനെ ഇട്ടത്. അമ്മമ്മടിക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്മമ്മടിക്ക് പോകാൻ നിൽക്കുകയാണ്. മഴ പെയ്യാതിരുന്നാൽ മതി ഗൈസ്. നല്ല കാറ്റൊക്കെ അപ്പോൾ ഗൈസ്, ഓൾറെഡി തോന്നുന്ന ലഗേജും കാര്യങ്ങളും ഉണ്ട്. അമ്മമ്മടിക്ക് പോകാൻ എന്തായാലും ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും ആട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഗൈസ്, ഞങ്ങൾ പോയി നല്ല മഴയൊക്കെ പെയ്യുന്ന ഞാൻ വിചാരിച്ചു. പക്ഷേ മഴയൊന്നും പെയ്തില്ല. കാറ്റ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാറ്റിൽ നിന്ന് പോകാൻ നല്ല സുഖമായിരുന്നു ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അമ്പുടി ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി റോട്ടുമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓന് ആകെ പൊള്ളിയുണ്ട് മുഖം. കാരണം ഓനും ഓൻ്റെ ചേച്ചിയും കൂടിയിട്ട് ഒരു കുക്കിംഗ് നടത്തിയതാണ് ഗൈസ്. പൊട്ടി തെറിച്ചാകെ. അതൊക്കെ കഴിഞ്ഞ് അമ്മമ്മയുടെയും അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രീറ്റായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്തിയും കാര്യങ്ങളൊക്കെ വാങ്ങി ഞാൻ വീട്ടിലെത്തി എടുക്കാൻ മറന്നാട്ടോ. ചാർജും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെന്നെ കഷ്ടിച്ച് എങ്ങനെയൊക്കെയാണ് എടുത്ത വീഡിയോസാണ്. അപ്പോൾ മന്തിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ കൈ കഴുകാൻ പോയി. അവിടുത്തെ മിറർ അടിപൊളിയായിരുന്നു ഗൈസ്. ഞാൻ കൊണ്ട് തോനെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെറുപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ബട്ട് എനിക്ക് ഈ വീഡിയോസൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ഒരു പൊന്നൂന് ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയോണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇയറിങ്സൊക്കെ മാറ്റാനായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോയി. ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. കാരണം കേക്ക് മുറിക്കുമ്പോൾ അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളും എടുക്കണം. അപ്പോൾ അതിനുള്ള ചാർജെങ്കിലും വെക്കണോണ്ട് ഞാൻ അത്യാവശ്യം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ കൈ കഴുകി അവിടേക്ക് പോയി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഇയറിങ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട്. എനിക്കിപ്പോൾ ഈ ഇയറിങ്സും കാര്യങ്ങളും മോതിരം വളി ഇതൊക്കെ നല്ല അഡിക്ഷനായി ഗൈസ്. ഇങ്ങനത്തെ ഗോൾഡിൻ്റെ കളേഴ്സുള്ള എല്ലാം ഇഷ്ടമാണ്. പിന്നെ അതാണ് കേക്ക്. ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് മുറിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ഞങ്ങൾ മുറിക്കാൻ പോവാണ്. കേക്ക് മുറിക്കുന്ന വീഡിയോ മറ്റിലാണ് എടുത്തുള്ളത്. ചെറുതായിട്ട് ഞാൻ ക്ലിപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവരെ പറഞ്ഞയച്ചു ഗൈസ്. കാരണം ഞങ്ങൾ ഓട്ടോയിലാണ് വരുന്നത്. ഞങ്ങൾ വേഗം വണ്ടിയിൽ അയച്ചിട്ടാ. പിന്നെ അമ്പുടൂനെ ഞാൻ അവിടെ നിന്ന് നല്ല വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഓൻ്റെ കണ്ണിക്ക് ഫ്ലാഷ് അടിച്ചപ്പോഴാണ് ഗൈസ് കാണുന്നത് ഓൻ്റെ കണ്ണ് ചെറുതായിട്ടൊരു ബ്രൗൺ ഐസാണ്. പിന്നെ അമ്മമ്മേനെയും വട്ടേനെയൊക്കെ ഒന്ന് ജസ്റ്റ് വേർപ്പിച്ച് ഗൈസ്. ഇവരെ പുതിയ ഡ്രസ്സാണ് ഗൈസ്. ഞങ്ങൾ മാച്ചിങ് ആയിട്ട് എടുത്തതാണ്. അപ്പോൾ അമ്പുടൂനെ ഞങ്ങൾ വേഗം പറഞ്ഞയച്ചു ഗൈസ്. ബായൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ 5 മിനിറ്റ് അവിടെ പോസ്റ്റായി. കാരണം രാത്രി ആയതുകൊണ്ട് ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. ഓട്ടോയിൽ ഇരുന്നപ്പോൾ ഞാൻ നല്ല വെറുപ്പിക്കലായിരുന്നു. കാരണം ഓട്ടോ ചേട്ടൻ തന്നെ എന്തോ പോലെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എനിക്കൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇത് ചിറ്റട വക പൊന്നൂനും കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. ഇതല്ലാതെ കുറേ ഗിഫ്റ്റുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഡയറി മിൽക്ക് ഞങ്ങളെല്ലാവരും കൂടി ഷെയറിങ് ചെയ്ത് തിന്നു ഗൈസ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോഴത്തെ വ്യൂസൊക്കെ കുറവായ ഗൈസ്, എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.